Hi, in this lecture we are going to discuss about the for loop in C programming language. C programming language for loop എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, for loop എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു n number of times ഒരു particular statement iterate ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ C programming languageൽ for loop ആണ് യൂസ് ചെയ്യുന്നത്. So ഒരു several times നമുക്ക് ഒരു particular statement iterate ചെയ്യാൻ for loop യൂസ് ചെയ്യാൻ പറ്റും. യൂഷ്വലി നമ്മൾ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് അറേ അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് പോലത്തെ സി പ്രോഗ്രാമിംഗ് സ്ട്രക്ചേഴ്സിലൂടെ ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അറേസ്, എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു n നമ്പർ ഓഫ് ടൈംസ് ഐറ്ററേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നൗ for loop in the syntax നോക്കി കഴിഞ്ഞാൽ here you can see this is the syntax of the for loop. Here we have the for keyword. അതിനുശേഷം നമുക്കൊരു parenthesis ഉണ്ട്. parenthesisൽ നമുക്ക് മൂന്ന് എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. expression 1, expression 2 and expression 3. ഈ മൂന്ന് എക്സ്പ്രഷൻസ് ആണ് parenthesisന്റെ ഉള്ളിൽ വരുന്നത്. എന്തിനാണ് ഈ മൂന്ന് എക്സ്പ്രഷൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ വഴി പറയും. Then അതിനുശേഷം നമുക്കൊരു ഓപ്പണിംഗ് കർലി ബ്രേസ് ഉണ്ട്, ക്ലോസിംഗ് കർലി ബ്രേസ് ഉണ്ട്. ഇതാണ് ഫോർ ലൂപ്പിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഈ ഓപ്പണിംഗ് കർലി ബ്രേസിന്റെയും ക്ലോസിംഗ് കർലി ബ്രേസിന്റെയും ഇടയിൽ നമ്മൾ എഴുതുന്ന ലൈൻസ് ഓഫ് കോഡ്സ് ആണ് ഫോർ ലൂപ്പിന്റെ കോഡായിട്ട് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എത്ര ടൈംസ് ആണോ ഐറ്ററേഷൻ നടത്തേണ്ടത് അത്ര ടൈംസ് ഈ ഒരു ലൈൻ ഓഫ് കോഡ്സ്, അതായത് ഫോർ ലൂപ്പിന്റെ കേർലി ബ്രേസസിന്റെ ഇടയിൽ വരുന്ന ലൈൻസ് ഓഫ് കോഡ്സ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ എന്തിനാണ് ഈ ഒരു എക്സ്പ്രഷൻ 1 നമ്മൾ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ എഴുതുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ now it represents the initialization of the loop variable. നമ്മളുടെ ഫോർ ലൂപ്പിൽ നമ്മളൊരു വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇനീഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർ ലൂപ്പിന്റെ എക്സ്പ്രഷൻ 1 യൂസ് ചെയ്യുന്നത്. now ഈ ഒരു എക്സ്പ്രഷൻ 1ൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. then it is actually an optional expression. നമുക്ക് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ 1ന്റെ ആവശ്യം മസ്റ്റ് അല്ല, അത് ഓപ്ഷണൽ ആണ്. നമുക്ക് ഓപ്ഷണൽ ആയിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നൗ ഇൻ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആക്ച്വലി വി കനോട്ട് ഡിക്ലെയർ വേരിയബിൾസ് ഇൻ ദി എക്സ്പ്രഷൻ 1. എക്സ്പ്രഷൻ 1ൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇൻ മോഡേൺ കമ്പൈലേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കോഡ് ബ്ലോക്സ് പോലത്തെ കമ്പൈലേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാനും പറ്റും. ഓൾഡ് കമ്പൈലേഴ്സിൽ നമുക്ക് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, ബട്ട് ഇനീഷ്യലൈസേഷൻ മാത്രം ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, നൗ എക്സ്പ്രഷൻ 2 എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ now it is a conditional expression. നമ്മളുടെ എക്സ്പ്രഷൻ 2 എന്ന് പറയുന്നത് ഒരു കണ്ടീഷനെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആണ്. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ it checks for a particular condition. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ 2 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് നമ്മളുടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ലൂപ്പ് ടെർമിനേറ്റ് ആവും. അതായത് നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ 2ൽ വരുന്ന കണ്ടീഷൻ ഫാൾസ് ആവുകയാണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നെക്സ്റ്റ് ലൈൻസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അതോ നമ്മളുടെ എക്സ്പ്രഷൻ 2 സാറ്റിസ്ഫൈഡ് ആണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോർ ലൂപ്പ് വീണ്ടും ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നൗ എക്സ്പ്രഷൻ 2 can have more than one condition. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് നമുക്ക് എക്സ്പ്രഷൻ 2ൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. now the loop will iterate until the last condition becomes false. ലാസ്റ്റിൽ നമ്മൾ എഴുതുന്ന കണ്ടീഷൻ ഫാൾസ് ആവുന്ന വരെ നമ്മളുടെ ഫോർ ലൂപ്പ് ഇങ്ങനെ ഐറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. now this expression 2 is also an optional expression. ഇതും നമുക്ക് എന്താണ്, ഓപ്ഷണൽ ആയിട്ട് എഴുതിയാൽ മതി. അതായത് മസ്റ്റ് അല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. now expression 2 can do the task of expression 1 and expression 3. നമുക്കൊരു expression 3 എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു എക്സ്പ്രഷനും കൂടെ ഉണ്ട്. ഈ expression 2ന് expression 1ന്റെയും expression 3യുടെയും ടാസ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. that is we can initialize the variable. അതായത് expression 2ൽ നമുക്ക് വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യാനും പറ്റും. then we can update the loop variable. നമുക്ക് ലൂപ്പ് വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്യാനോ ഡിക്രിമെന്റ് ചെയ്യാനോ ഈ ഒരു
എക്സ്പ്രഷൻ 2 യൂസ് ചെയ്തിട്ട് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്? നൗ വി ക്യാൻ പാസ് 0 or a non-zero value in expression 2. നമുക്ക് എക്സ്പ്രഷൻ 2ൽ ഒരു സീറോയോ അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂയോ പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഒരു നോൺ സീറോ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാൾസിനെയാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. നൗ എക്സ്പ്രഷൻ 3 നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is used to update the loop variable. നമുക്ക് എക്സ്പ്രഷൻ 1ൽ നമ്മളൊരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വേരിയബിളിന്റെ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ എക്സ്പ്രഷൻ 3 യൂസ് ചെയ്യുന്നത്. ഓക്കെ. നമ്മളുടെ എക്സ്പ്രഷൻ 2ന് എക്സ്പ്രഷൻ 1ന്റെയും എക്സ്പ്രഷൻ 3യുടെയും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് എക്സ്പ്രഷൻ 3 എന്ന് പറയുന്നത് നമ്മളുടെ വേരിയബിളിന്റെ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻക്രിമെന്റിംഗ് ദ വേരിയബിൾ ഓർ ഡിക്രിമെന്റിംഗ് ദ വേരിയബിൾ. എന്തായാലും നമ്മുടെ വേരിയബിളിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സ്പ്രഷൻ 3 യൂസ് ചെയ്യുന്നത്. നൗ വി ക്യാൻ അപ്ഡേറ്റ് മോർ ദാൻ വൺ വേരിയബിൾ. നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ ഒരേ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് എക്സ്പ്രഷൻ 3 ഈസ് ഓൾസോ ഓപ്ഷണൽ. എക്സ്പ്രഷൻ 3യും ഫോർ ലൂപ്പിൽ ഓപ്ഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫോർ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ കോഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഫോർ ലൂപ്പിനെ കുറിച്ച് മനസ്സിലാവുന്നതാണ്. So let's move on to the for loop example. So ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 10 നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സിനെ നമ്മളുടെ കൺസോളിൽ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1 to 10 നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഇൻറ്റിജർ വേണം. I എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേണം. ആ ഇൻറ്റിജറിന്റെ വാല്യൂ ഇനീഷ്യലി 0 ആയിരിക്കും. ആ വാല്യൂ 10 ആവുന്നവരെ നമ്മൾ ആ ഒരു നമ്പറിനെ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് നമുക്ക് എങ്ങനെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഡിക്ലെയർ എ വേരിയബിൾ വിച്ച് ഈസ് I. നൗ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാണ്. നൗ യൂസിങ് ഫോർ ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐയുടെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് 10 വരെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഇനി I 0 ആണ് ഇനീഷ്യലി. അപ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു ഇൻറ്റിജറിനെ പ്രിന്റ് ചെയ്യണം. അതിനുശേഷം I 1 ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് I++ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഫോർ ലൂപ്പിന്റെ ഓപ്പണിംഗ് കർലി ബ്രേസ് ആൻഡ് ക്ലോസിംഗ് കർലി ബ്രേസ് ഉണ്ട്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ printf യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. സോ printf then we are printing the value of the integer using %d. then നമുക്ക് എവിടുന്നാണ് ഈ d വരുന്നത്? d എന്ന് പറയുന്നത് I ആണ്. നമ്മളുടെ I എന്ന് പറയുന്ന ഇൻറ്റിജറിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളിവിടെ ചെയ്തത് എന്താണ്? ഒരു I എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഐയുടെ ഇനീഷ്യൽ വാല്യൂ 0 ആയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി I എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ 10 10ൽ കുറവോ ആണെങ്കിലാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് പ്രിന്റ് ചെയ്യേണ്ടതുള്ളത്. സോ നമ്മൾ 0 പ്രിന്റ് ചെയ്യും. അതിനുശേഷം 1 ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐയുടെ വാല്യൂ I++ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇൻക്രിമെന്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഈ ഒരു ഐയുടെ വാല്യൂ 10 ആവുന്ന വരെ ഇത് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. 11 ആയി കഴിഞ്ഞാൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ല, ആ ഒരു കണ്ടീഷൻ തെറ്റിപ്പോയി. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഫോർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്തിട്ട് നമ്മളുടെ പ്രോഗ്രാം എൻഡ് ആവും എന്നുള്ളതാണ്. സോ നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. So there is no errors and warning. Now we can run this. So you can see we have 0 1 2 3 4 5 6 7 8 9 10 10 വരെ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്തു വന്നിട്ടുണ്ട്. ഓക്കെ. സോ 10 വരെ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ അതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരു ഇൻറ്റിജർ വാല്യൂവിനെ ഡിക്ലെയർ ചെയ്തു. അതിന്റെ ഇനീഷ്യൽ വാല്യൂ 0 ആക്കിയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം 10 അതിൽ കുറവോ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ 0 to 10 വരെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇനി മോഡേൺ കമ്പൈലേഴ്സിൽ നമുക്ക് ഈ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ടുള്ള ഡിക്ലറേഷൻ നമുക്ക് ഫോർ ലൂപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. അതായത് വേരിയബിൾ ഡിക്ലറേഷൻ ഫോർ ലൂപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് നമുക്കിവിടെ ഇൻഡ് I എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക്
ഡിക്ലെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇഫ് യു കമ്പൈൽ നൗ you will not get any errors, right? 0 errors, 0 warning. കാരണം നമുക്ക് മോഡേൺ കമ്പൈലേഴ്സിൽ ഡിക്ലറേഷൻ പോസിബിൾ ആണ് ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ വേരിയബിൾസിന്റെ. ഓൾഡ് കമ്പൈലേഴ്സിൽ അത് പോസിബിൾ അല്ല. സോ ഞാൻ ഏതായാലും ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എക്സാക്ട് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ എൻട്രി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡിജറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു നമ്പർ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എൻട്രി ചെയ്യുന്ന നമ്പറിനെ നമുക്കൊരു വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യണം. അതിന് നമുക്കൊരു നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം. ഇനി നമ്മുടെ ഐട്രേഷൻ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 to 10 വരെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഐട്രേഷൻ 1 മുതൽ 10 വരെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഐ എന്ന് പറയുന്നത്, അതിന് നമുക്ക് ഇവിടെ ഉള്ള ഇപ്പോൾ ഉള്ള ഐ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് നമ്പർ ആണ്. സോ നമ്മൾ നമ്പർ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. സോ വി ആർ ഗോയിങ് ടു ഡിക്ലെയർ എ വേരിയബിൾ നമ്പർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസറിനോട് പ്രോംപ്റ്റ് ചെയ്യാണ്. പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് എൻറ്റർ എ നമ്പർ, നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യാൻ പ്രോംപ്റ്റ് ചെയ്യണം. ഓക്കെ, സോ യൂസറിന് ഇപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്യാനുള്ള പ്രോംപ്റ്റ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് ആ നമ്പർ, യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ നമ്മൾ നമ്മളുടെ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ റീഡ് ചെയ്യാൻ പോവാണ്. അതായത് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആംപർസൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പം നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള നമ്പർ ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ഐയുടെ വാല്യൂ ഇനീഷ്യലി 1 ആണ് വേണ്ടത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ ഫസ്റ്റ് വാല്യൂ ഐട്രേഷൻ 1 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓക്കെ, അത് കറക്റ്റ് ആണ്. നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം. ഇനി നമ്മളുടെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 10 into 1 equal to 10 ആ രീതിയിൽ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് 10 into %d into %d ഈക്വൽ ടു %d. ഇതാണ് നമ്മളുടെ ഇത് വരുന്നത്. സോ ഫസ്റ്റ് %d എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ ആണ്. സോ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്ന നമ്പർ, അതിനുശേഷം നമ്മുടെ ഐട്രേഷൻ ഐ, അതിനുശേഷം നമ്മളുടെ റിസൾട്ട് ആണ്. റിസൾട്ട് എന്ന് പറയുന്നത് നമ്പർ ഇൻറ്റു ഐട്രേഷൻ അല്ലെ, നമ്പർ ഇൻറ്റു ഐട്രേഷൻ ആണ് നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമുക്കത് പ്രിന്റ് ആവേണ്ടതാണ്. നമ്മൾ ഇവിടെ ഒരു /n കൊടുക്കുകയാണ്, അതായത് നമ്മളുടെ ന്യൂ ലൈൻ ക്യാരക്ടർ ആണ്. സോ ഇപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 വരെ പ്രിന്റ് ആവേണ്ടതാണ്. നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ, printf, yes, printf, here it is printf. Now there is no errors. Now we can run this. So enter a number എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ 7 എൻ്റർ ചെയ്യാൻ പോവാണ്. So 7 is the number I am entering. Now you can see 7 into 1 equal to 7, 7 into 2 equal to 14, 7 into 3 equal to 21, up to 7 into 10 70 വരെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിന്റ് ചെയ്യാനും നമ്മളുടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് ഫോർ ലൂപ്പ്. നമ്മൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പിംഗ് കൺസെപ്റ്റ് ആണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഐ ഹോപ്പ് ദിസ് സെഷൻ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. If you are new to this channel, consider subscribing, share with your friends, stay connected, check out the links in the description. I'll see you in the next lecture. Thank you.